പ്രിയദർശിനി സൗജന്യ യാത്ര സംബന്ധിച്ച് മന്ത്രി CP ജോൺ ചില പരാമർശങ്ങൾ നടത്തി. അത് എന്തുമായിക്കൊള്ളട്ടെ, നാവുപിഴയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗതികേടോ അതുമല്ലെങ്കിൽ മനഃപൂർവ്വം അപമാനിക്കാനോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ അതിനോടുള്ള കേരളത്തിൻ്റെ പ്രതികരണം നോക്കൂ. ഇത് വീട്ടിന് പുറത്താണെങ്കിലും അകത്താണെങ്കിലും വേണമെങ്കിൽ പരസ്പരം കൈവയ്ക്കാവുന്ന രീതിയിലുള്ള പരസ്പരമുള്ള കുറ്റപ്പെടുത്തലും അതേപോലെ തന്നെ ആക്ഷേപം ചൊരിയലുമാണ് സംഭവിച്ചത്. ഇത് സൂചിപ്പിക്കുന്നത് മലയാളി നല്ല ഒന്നാം തരം വഴക്കാളി സമൂഹമായി മാറി എന്നുള്ളതാണ്. വഴക്കാളികളുടെ മുഖ്യ സ്വഭാവം മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുകയും അവരെ കുത്തുകയും അല്ലെങ്കിൽ നോവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ സംതൃപ്തി നേടുക എന്നുള്ളതാണ്. എന്നാൽ സംതൃപ്തി കിട്ടുമോ? അതുമില്ല. ഇപ്പോൾ എന്തായി? ആ വിഷയം കഴിഞ്ഞു. എന്നാൽ CP ജോണിൻ്റെ ആ പ്രസംഗത്തിലെ ചില പരാമർശങ്ങളൊന്ന് എടുത്തു നോക്കൂ. അദ്ദേഹം പറയുന്നു, സ്ത്രീകളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മറ്റൊരു വിഷയം ദാരിദ്ര്യമാണ്. ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം രീതിയിൽ നമുക്ക് ഒരു സമൂഹം എന്ന നിലയിൽ ചർച്ച ചെയ്യാം. ഈ വഴക്കിടൽ മാനദണ്ഡമൊന്ന് മാറ്റിയിട്ട് CP ജോണിൻ്റെ പരാമർശങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ നമുക്കതിൽ കാണാൻ കഴിയും. എന്തുകൊണ്ട് നമുക്ക് പ്രിയദർശിനി ബസ്സുകളിൽ ഈ QR കോഡുകൾ പതിച്ചിട്ട് KSRTCക്ക് UPI സംവിധാനത്തിലൂടെ ഒരു പേയ്മെൻറ്റ് സംവിധാനം കൊണ്ടുവന്നുകൂടാ? അതിൽ താല്പര്യമുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാശ് 1 രൂപ മുതൽ അല്ലെങ്കിൽ 1 പൈസ മുതൽ വേണമെങ്കിൽ 100 രൂപയോ എത്ര രൂപ വേണമെങ്കിലും അവർക്ക് ഇടാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കുകയാണെങ്കിൽ താല്പര്യമുള്ളവർ അതുപോലെ തന്നെ ശേഷിയുള്ളവർ അതിനകത്ത് പേയ്മെൻറ്റ് നടത്തും. അത് ആരും കൊടുക്കുന്നില്ല എന്നുള്ളതൊന്നും ആരും അറിയുന്നതുമില്ല. മാത്രമല്ല അവിടെ സ്ത്രീകളുടെ ഇടയിൽ വരുമാനം കൂടിയവരോ കുറഞ്ഞവരോ എന്നുള്ള ഒരു വേർതിരിവ് ഉണ്ടാകുന്നതുമില്ല. അതുപോലെ ഈ വരും ദിവസങ്ങളിലും ഈ ജോണിൻ്റെ പരാമർശങ്ങളിലെ സാധ്യതകൾ നമുക്ക് കാണാം.